4 പേരെ ഉടുവസ്ത്രമയച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് യുപിയിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് 2 പേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിഷപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആ 4 പേർക്കുമെതിരെ ഈ നാട് മുഴുവൻ വിധി എഴുതണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. വിദ്യ എന്ന പെൺകുട്ടി അവളുടെ ഡെത്ത് നോട്ടിൽ അവസാനമായി എഴുതി കുറിച്ച വാക്കുകൾ, മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. ഈ രാജ്യത്ത് ഈ വ്യവസ്ഥയിൽ ജനിച്ചു പോയെന്നുള്ള ഒറ്റ തെറ്റ് അവർ ചെയ്തുള്ളൂ, യുവർ ഓണർ. their birth was indeed their mistake. And finally, after all this, എന്തിനായിരുന്നു ഇതെല്ലാം? And the answer, your honor, is this report submitted by the Intelligence Bureau just 2 months ago to the government. Bill says that വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് അധികാരം നഷ്ടമാകും. ആ അധികാരം നിലനിർത്താൻ, ആ അധികാരം വീണ്ടെടുക്കാൻ അവർ ഉപയോഗിച്ച വെറും ഉപകരണങ്ങളാണ് ആ 4 പേർ. ആ 4 പേരെ തിരഞ്ഞെടുക്കാൻ, ആ 4 പേരെ പർച്ചേസ് ചെയ്യാൻ, ഒടുവിൽ അതേ 4 പേരെ കൊന്നുകളയാൻ ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്നുള്ള വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കലിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെ തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ.